കേരള വിഷന്റെ വോട്ടംഗം ഇന്ന് വയനാടാണ്. തീപാറുന്ന വയനാടൻ കാറ്റ് എങ്ങോട്ടേക്കാണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാറുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ അംഗത്തിൽ യഥാർത്ഥ സ്റ്റാറുകളായ ജനങ്ങൾ എന്ത് പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. വരൂ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പും ഇതിന്റെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ ചായക്കടകളിൽ രാഷ്ട്രീയം പാടില്ലെന്ന് എഴുതി വെക്കും പണ്ട്. ഇപ്പൊ അങ്ങനെയില്ലല്ലോ, ഉണ്ടോ? എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്? ഇവിടെ രാഹുൽ ഗാന്ധി, ആനി രാജ, കെ സുരേന്ദ്രൻ, ഇവരൊക്കെ രാഹുൽ ഗാന്ധി. അതല്ലാതെ വേറെ ടെന്റ് ഇവിടെ കാണുന്നില്ല. അല്ല, ആനി രാജയും ഒരു ദേശീയ മൊത്തത്തിൽ കാണുന്നൊരു ടെന്റാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. രാഹുലാണ് ഏറ്റവും കൂടുതൽ ടെന്റ് വരുന്നത്. സുരേന്ദ്രൻ ഒരു രണ്ടാം സ്ഥാനത്ത് എത്തുന്ന പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ ആനി രാജ മൂന്നാമത് പോകും. രണ്ടും ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, തിരിച്ചു മറിച്ചു ആവാം. ഒരു ചായ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ്. ഈ ഇവിടെ കഴിഞ്ഞ തവണയും രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ MP അല്ലേ? ഇവിടെ മണ്ഡലം നല്ല രീതിയിൽ പുള്ളി നോക്കിയോ? നോക്കി വെച്ചാൽ മുപ്പത് മൊത്തത്തില് മുപ്പത് കൈവിനൊക്കെ നോക്കിയാണ്. ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകണമല്ലേ. അല്ല, കഴിഞ്ഞ തവണയെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ മുഴുവൻ ഇലക്ഷനും മാറി മറിഞ്ഞത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ ചോദിച്ചിൻ്റെ അത് ഓരോ ട്രെൻഡിൽ ഓരോ ഇതിലും ഓരോ ട്രെൻഡല്ലേ വരുന്നത്, ഓരോ ഇലക്ഷനിലും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞിട്ട് ഇന്നാൾ ഉണ്ടായില്ലാന്ന് വരും, ചിലപ്പോൾ കുറഞ്ഞും കൂടിയൊക്കെ വരും. ശരി, നമുക്ക് ഈ ചായ അടിക്കുന്ന അണ്ണനെ ഒന്ന് കാണാം അല്ലേ? ചേട്ടൻ്റെ പേരെന്തുവാ? ബാബു. എത്ര നാളായിട്ട് ഇവിടെ ചായ കട നടത്തുന്നത്? 10 വർഷമൊക്കെ കാണും. 10 വർഷമായി. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു രീതികളൊക്കെ അറിയാം. ഇവിടെ വന്ന് എല്ലാവരും രാവിലെ വന്ന് ചായ കുടിച്ച് രാഷ്ട്രീയമൊക്കെ പറയാറില്ലേ? ഞാനും കുറെ കൂടി പറയും. പറയും. ഇവിടെ പക്ഷെ എല്ലാവരുടെയും ഫോട്ടോ ആണ്. രാഹുൽ ഗാന്ധി ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ കടയല്ലേ. ആനി രാജ കാണുന്നു, എല്ലാവരും അങ്ങനെ ഒരു എല്ലാവരും എത്തുപെടെ. ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഇത്. അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ദേശീയ വിഷയങ്ങളാണ് കൂടുതലും പ്രതിഫലിക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ മണ്ഡലത്തിന്റെ വികസനവും ഇത് രണ്ടുമാണ് നോക്കുന്നത് സാറിന്. ഇത് രണ്ടിലും ഈ വയനാട്ടിൽ ഇപ്പോഴത്തെ മത്സരിക്കുന്നവരെ സംബന്ധിച്ച് എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നത്? ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒറ്റ പ്രാവശ്യം 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള ഒരു പരാതി എല്ലാവരും പറയുന്നുണ്ട്. ആകെ കണ്ടിട്ടല്ലേ കണ്ടില്ല അയാളെ. ഇപ്പൊ മിനിയാന്ന് ഇതിലൊന്ന് പോയിനി. റോഡ് ഷോ ആദ്യം പറഞ്ഞില്ല. റോഡ് ഷോ വൈരി അങ്ങനെ കൈക്കൂപ്പി ഒറ്റ പൊക്കാട് പോയാണ്. അവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിന്ന് അല്ല പുള്ളി പന്നിക്കൂടെ അങ്ങാടിയൊക്കെ ഫുള്ള് വെറുതെ ഇങ്ങനെ നോക്കി നിന്ന് അല്ലാതെ അയാളെ കണ്ടിട്ടല്ലേ മര്യാദയ്ക്ക്. പുള്ളി നേരത്തെയും വരാറില്ല, MP ആയതിനു ശേഷം വരാറില്ല. വന്നില്ലല്ലോ ഒരു പരിപാടി. പുള്ളി ദേശീയ നേതാവല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ തെരഞ്ഞെടുത്തത്. അപ്പൊ പുള്ളിക്ക് ദേശീയ പ്രശ്നങ്ങളില്ല, ഇവിടെ നോക്കി നിന്നാ മതിയോ? നമ്മളെ MP അല്ലേ? MP ആണ്. അതാണല്ലോ പ്രാധാന്യം. അല്ല, ഇവിടുത്തെ വികസന കാര്യങ്ങളിലൊക്കെ പുള്ളി എങ്ങനെയാ? ചുരുക്കം കുറവാന്നുള്ള തന്നെയാണ് നമ്മളെ പറഞ്ഞത്. ഇപ്രാവശ്യം മാനിരാജയ്ക്ക് ഇങ്ങനെ ജയിപ്പിന്നുള്ള ഒരു താല്പര്യമാണ് എല്ലാവർക്കും ഉള്ളത്. മറ്റേ നമ്മൾ ഇവിടുന്ന് കാണുകയും ചെയ്യാം, സംസാരിക്കാൻ ചെയ്യാം. അപ്പം ഇവിടെ ഉണ്ട് അനിരാജ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 4.5 ലക്ഷം വോട്ടാ ഭൂരിപക്ഷം കിട്ടിയത്. അവിടെയാണ് ഇപ്പൊ ഭൂരിപക്ഷം കുറയ്ക്കാൻ. ഇത്തവണ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പൊ 3 സ്റ്റാറുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ത്രികോണ മത്സരമാണ്. ആണ്, പക്ഷെ താല്പര്യമില്ലാതല്ലോ ഇവിടെ BJP കാരനെ പറയുന്നത്. താല്പര്യമില്ല. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഈ നാടിനെ സ്നേഹിക്കുന്ന, നാടിന്റെ നന്മ കാംക്ഷിക്കുന്ന മുഴുവൻ ആളുകളോടും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. കേരള വിഷൻ ന്യൂസിൽ നിന്ന് വോട്ടംഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. ഒന്ന് പ്രതികരിക്കും, വിവരങ്ങൾ പറയും വയനാടൻ മണ്ഡലത്തെക്കുറിച്ച്. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് വയനാട്. അപ്പം വയനാട്ടിലെ ഒരു വോട്ടർ ഇങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ ഏതൊക്കെ തരത്തിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ഒന്ന് നോക്കിക്കാണുന്നത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുമ്പിൽ വരണം. പക്ഷെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് 4.5 ലക്ഷം വോട്ടാ ഭൂരിപക്ഷം കിട്ടിയത്. പ്രാവശ്യം കിട്ടൂല. ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആവുമെന്ന് വിചാരിച്ചിട്ട് അന്ന് ചെയ്തതല്ലേ, പിന്നെ അറിയുന്ന പ്രധാനമന്ത്രി ആകില്ലെന്ന്. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു ധാരണ ഉണ്ടായ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ പറ്റില്ലേ? പക്ഷെ ആനി രാജ ഒരു ദേശീയ നേതാവാണ്, അതുകൊണ്ട് ഉള്ള പ്രതീക്ഷയാണോ നിങ്ങൾക്കുള്ളത്? അതെ. ഈ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാ ബാധിക്കുന്നത് ഇവിടെ? സ്ഥാനാർത്ഥിത്വം ഇവിടെ ഒന്നും ബാധിക്കില്ലല്ലോ. അല്ല, ആരുടെയെങ്കിലും വിജയത്തിന് അനുകൂലമാകുന്ന ഘടകം ഉണ്ടോ അതിലെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ആനി രാജയ്ക്ക് മെച്ചുണ്ടാവല്ലോ. അവരെ വോട്ട് അവർ പിടിക്കുകയാണെങ്കിൽ, BJPയുടെ വോട്ട് BJP പിടിക്കുകയാണെങ്കിൽ, മറിച്ചില്ലെന്നുണ്ടെങ്കിൽ അല്ലേ സുരേന്ദ്രനാവും മറിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആനി രാജ ജയിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? പേരെന്തുവാ? റഷീദ്. ഓക്കെ.
താങ്ക് യു. ഞങ്ങളിങ്ങനെ ഓരോ ജില്ലകളിലൂടെയും കടന്നുപോയ വയനാട്ടിലെത്തി. വയനാടിന്റെ ചൂരും ചൂടും ഒക്കെ ഒന്ന് പകര്. എങ്ങനെയാ തെരഞ്ഞെടുപ്പ്? വളരെ ചൂടില്ല. ആ തെരഞ്ഞെടുപ്പ് ഇന്നലെ ആനിരാജ് ജയിക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. നിങ്ങളെല്ലാം കൂടുതൽ ഇടതുപക്ഷക്കാരാന്ന് തോന്നുന്നില്ല. അതുകൊണ്ടല്ല പ്രശ്നം. കാരണം എന്താ സംഭവിച്ചാല് ഒരു കാര്യം ചെയ്തില്ല. അല്ല, ഇന്ത്യ മുന്നണിക്കെതിരായിട്ടാണ് ഇയാൾ മത്സരിക്കുന്നത്. ഇയാൾ മത്സരിക്കേണ്ടത് BJP ആയിട്ടാണ് മത്സരിക്കേണ്ടത്, രാഹുൽ ഗാന്ധി. എങ്കിലേ ഇന്ത്യ മുന്നണി എന്നുള്ള ആശയം ഇന്ത്യയിൽ ഫലപ്രദമാവുള്ളൂ. അത് നിന്ന് തോറ്റാലും കുഴപ്പമില്ല, വേറെ ആയിട്ട് നിന്ന് തോറ്റാലും. അപ്പം ജയിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ ഇന്ത്യ മുന്നണിക്കെതിരായി മത്സരിക്കുക പറഞ്ഞാൽ ഭയങ്കര ദോഷമാണ്. അവര് തിരിച്ചു പറയുന്നത് നിങ്ങളെന്താ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥി? ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥി എത്തിയല്ലോ. ഇവിടെ BJP ആയിട്ട് മത്സരമില്ലല്ലോ കേരളത്തിൽ. BJP ഇവിടെ എല്ലാ സ്ഥലത്തും ഒറ്റ സീറ്റ് BJP കിട്ടൂല. അധിക സ്ഥലത്തും 10-12% വോട്ട് അവർ കിട്ടുക. എന്നിട്ട് അവരോട് വന്ന് മത്സരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്ഥിരമായിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഇവര്. BJPക്കെതിരെ ശക്തമായി നേരിട്ടുണ്ട്. അമേഠി പിന്നെ എന്തിനുള്ള അവിടുന്ന് പേടിച്ച് അവിടുന്ന് പ്രാവശ്യം തോറ്റേച്ച് പിന്നെ അവിടെ വരാം. പക്ഷെ നിങ്ങൾ ഈ മണ്ഡലത്തിന്റെ വികസന കാര്യം പറയുന്നില്ലേ? മണ്ഡലം അല്ലല്ലോ നോക്കേണ്ടത്, ലോക്സഭയല്ലേ, ദേശീയ ലോക്സഭയാണ്. മണ്ഡലത്തിൽ കാണണ്ടേ? എവിടെ ലോക്സഭ എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, 45-50 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കേരളത്തിലേക്ക് ഒരു അഖിലേന്ത്യാ നേതാവ് വന്നിട്ട് ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം പേടിച്ചോടുകയല്ലേ? നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. നിങ്ങൾ ഇത് പറയുമ്പോൾ ദേശീയ നേതാവ് അമേഠി, ബെല്ലാരി, റായ്ബറേലി പോലുള്ള സംസ്ഥാനങ്ങൾ ഇവരെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് ഒഴിവാക്കി ചിക്കമംഗലൂർ അവിടെ നിന്ന് ഒളിച്ചോടിയിട്ട് ഈ കേരളത്തിൽ ഇവിടെ വന്നിട്ട് ഏതോ ഒരു പട്ടിക്കാട്ടിൽ വന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ എങ്ങനെ പറ്റിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്? സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ എന്ത് വികസന ചെയ്തത്? എന്താണ് ചെയ്തത് പറയട്ടെ, തൊട്ട് കാണിച്ചു തരട്ടെ ഒരെണ്ണം, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരട്ടെ ഞാൻ ഇന്നത് ചെയ്തോന്ന്. ഇല്ലാത്ത ആളുകളെയൊക്കെ പിന്നെ ഇവിടെ കൊണ്ട് നിർത്തുക. കാരണം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് ഓർത്തിട്ടാ. ആ ഭൂരിപക്ഷം മഞ്ചേരി മണ്ഡലത്തിൽ മുമ്പ് ടേക്കാംസ ജയിച്ചിട്ടുണ്ട്. 1 ലക്ഷം ഭൂരിപക്ഷം ഉള്ളവർക്ക് 4.5 ലക്ഷം ഉണ്ടോ കേരള? 4.5 ലക്ഷം. 45 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടോ? ആ ഇന്ത്യ ദേശീയ നേതാവ് എന്തിന് കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ മത്സരിച്ചിട്ട് എന്തിനാണ് വെറുതെ ആളുകളെ പൊട്ടനാക്കാൻ വേണ്ടി നടക്കുന്നത്? പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിലൊന്നും കോൺഗ്രസിന്റെ ലീഗിന്റെ ഒന്നും കൊടി ഉണ്ടായില്ല. കഴിഞ്ഞ തവണ അത് ചിലർ ദുരുപയോഗം ചെയ്തു ഉത്തരേന്ത്യയിൽ. അതുകൊണ്ട് ഇത്തവണ കൊടിയൊന്നും ഇല്ലായിരുന്നു. അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് ഒറ്റ അഭിപ്രായം പറയട്ടെ. നട്ടല് എന്ന് പറഞ്ഞ സാധനം ഒരാൾക്ക് ആണുങ്ങളാണെങ്കിൽ വേണം. നട്ടല് എന്ന് പറഞ്ഞ സാധനം അതുണ്ടെങ്കിൽ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കിട്ടൂല എന്ന് പറഞ്ഞ് അടുത്ത ഇടതുപക്ഷത്തിലെ ഞങ്ങൾക്ക് ദേശീയ പാർട്ടി സ്ഥാനമൊന്നും വേണ്ട. അതില്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അന്ന് നട്ടലുണ്ടായിരുന്നു. ആ നട്ടലുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ ഒരാൾ പറഞ്ഞാലും കേൾക്കാതെ സ്വന്തം കൊടി ഉയർത്താൻ തയ്യാറാവണം. അത് തയ്യാറാവാത്ത നേതൃത്വം എന്ത് നേതൃത്വം? അത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ ശാരീരികമായ ഒരു അക്രമത്തിനാണ്. കേരളത്തില് എത്ര സീറ്റ് കിട്ടും ഇത്തവണ? കേരളത്തിൽ 20 സീറ്റ് ഇടതുപക്ഷം നേടും. അതിനുള്ള പ്രചരണ കാര്യങ്ങളടക്കം വയനാടടക്കം കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വയനാടടക്കം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഞങ്ങൾ ആഗ്രഹം. ലക്ഷണം വല്ലതും കാണുന്നുണ്ടോ? ലക്ഷണം ഒന്നും. അതായത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ പറഞ്ഞുതരാം. വയനാട് ഞങ്ങൾ ഒരിക്കലും നമ്മൾ കണക്ക് കൊടുക്കില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഒന്നായിട്ട് വാരിക്കൂട്ടി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിക്കാം. ഇവിടെ തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാകും. നമ്മൾ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയോടൊപ്പമാണ്. ആനി രാജ പ്രചരണത്തിനിടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ആ തിരക്കിനിടയിൽ നമ്മളോട് അല്പനേരം പങ്കുവെക്കുകയാണ്. ഈ മുമ്പുള്ള വയനാട്ടിലെ മത്സരം പോലല്ല, കഴിഞ്ഞ തവണത്തെ മത്സരം പോലല്ല. ഇത്തവണ 2 ദേശീയ നേതാക്കന്മാർ തമ്മിലാണ് ഇവിടെ LDFൻ്റെയും UDFൻ്റെയും പേരിൽ ഏറ്റുമുട്ടുന്നത്. അതും കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്നവർ ഇവിടെ ഏറ്റുമുട്ടുന്നുവെന്ന്
രാഷ്ട്രീയ എതിരാളികൾ മറ്റുള്ളിടത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വോട്ടർമാരിലൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാനാണ്. കഴിഞ്ഞ തവണ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടതാണ്. ആ വിജയിപ്പിച്ചു വിട്ട ആ പ്രതിനിധി കഴിഞ്ഞ തവണ വോട്ടഭ്യർത്ഥിക്കുന്നതിന് വന്ന് റോഡ് ഷോ നടത്തിയപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് 2 ദിവസം മുന്നേ നടത്തിയ റോഡ് ഷോയിലും പറഞ്ഞത്. ആ വിഷയം തന്നെയാണ് ജനങ്ങൾ എന്നോട് പറയുന്നത്. നിങ്ങൾ അയാളെപ്പോലെ ആകുമോയെന്നാണ് ചോദ്യം, നേരിട്ടുള്ള ചോദ്യമാണ്. ഇന്ന് രാവിലത്തെ 2ാമത്തെ പോയിന്റിൽ പറഞ്ഞ നിങ്ങളും മൂട്ടിലെ പൊടി തട്ടി പോവുമോയെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരെന്നെ കണ്ടിട്ടില്ല, നേരിൽ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അവരിങ്ങനെ കുറേ കാലമായി കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരാളിങ്ങനെ വന്നതുപോലെയാണ് അവരുടെ ഒരു ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവർത്തനം, എൻ്റെ പൊതുജീവിതം ഇവിടുത്തെ എൻ്റെ വോട്ടർമാരുടെ മുന്നിൽ അത് നേരത്തെ ഉണ്ട്. അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം. അത് ഒരു വലിയ പോസിറ്റീവായിട്ട്. മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണമെന്ന് ലീഗുകാരായ അല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്യുന്ന അവരുടെ വോട്ട് ബാങ്ക്, അവരുടെ കാച്ച്മെൻറ്റ് ഏരിയ ചിന്തിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റുമോ? അല്ല, അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നല്ല പറയേണ്ടത്. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ തവണ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോഴാണ് എല്ലാവരും കൊടി പിടിച്ചു, മുസ്ലിം ലീഗും അതിൻ്റെ കൊടി പിടിച്ചു. അങ്ങനെ പോയപ്പോഴാണ് BJP അതിനെ ഉപയോഗിച്ചത് എന്നവർ പറയുന്നു. BJP അതിന് വടക്കേന്ത്യയിൽ ഒരു പ്രചാരണം അഴിച്ചിരുന്നു, പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞു. ആ പ്രചാരണം ഇത്തവണ ഉണ്ടാകരുതെന്നുള്ള ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ്, മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ മുസ്ലിം ലീഗിനോട് പറഞ്ഞ് നിങ്ങൾ കൊടി പിടിക്കില്ല, നിങ്ങൾക്ക് കരച്ചിൽ വരണ്ട, അതുകൊണ്ട് ഞങ്ങളും കൊടി പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൊടി പിടിക്കാതിരുന്നു. അപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, ഫാസിസം ഇതിനെതിരായി പ്രചാരണം നടത്തും, അതുകൊണ്ട് 10 വോട്ട് 2 സീറ്റ് കുറഞ്ഞു പോകും എന്ന് ഫാസിസത്തെ ഭയന്നിട്ടാണ് ആ കൊടി, തങ്ങളുടെ കൊടി മാത്രമല്ല അടിയറ വെച്ചത്, മുസ്ലിം ലീഗിനെ നിർബന്ധിച്ചു. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഉള്ളിൽ മനസ്സിൽ നെരുപ്പോട് കോരിയിട്ടുകൊണ്ടാണ് ഇന്ന് സംഘപരിവാർ ഫാസിസമ്മയുടെ ഭരണം നടത്തുന്നത്. ആ മുസ്ലിം ലീഗിനോടാണ് പറയുന്നത് നിങ്ങൾ കൊടി പിടിക്കണ്ടെന്ന് പറഞ്ഞ് ആ സ്വന്തം കൊടിയെ അടിയറ വെക്കുക മാത്രമല്ല, മുസ്ലിം ലീഗിനെ കൊണ്ടുകൂടി ആ കൊടി, അവരുടെ കൊടി, മുസ്ലിം ലീഗിൻ്റെ കൊടി സംഘപരിവാർ ഫാസിസത്തിന് അടിയറ വെപ്പിച്ച കോൺഗ്രസ്സാണ്. അപ്പോൾ സ്വാഭാവികം ഏത് പാർട്ടിക്കും, അത് പാർട്ടി ഏതോ അവിടെ എത്ര ചെറുതോ വലുത്, എന്തിനേറെ ഞങ്ങൾ മഹിളാ സംഘടനകൾ, ഞങ്ങൾ സംയുക്തമായി ഡൽഹിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ എന്താ അവിടെ ചില സിവിൽ സൊസൈറ്റി സംഘടന അവർക്ക് വലിയ എന്താണ് ഞങ്ങളുടെ NFIWനെ പോലെ മഹിളാ അസോസിയേഷനെ പോലെയൊന്നും വലിയ കേഡർ ബേസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് അവർ നിങ്ങൾ കൊടി പിടിക്കണ്ട എന്ന് പറയും. പക്ഷെ ഞങ്ങൾ രണ്ടും അതിനുവേണ്ടി കൊടി പിടിക്കും, കാരണം ഇതില്ലാതെ ഞങ്ങളുടെ പോരാട്ടമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് പാർട്ടിയെ സംബന്ധിച്ചും അവരുടെ പോരാട്ടത്തിലൊന്ന് ഉറച്ചു നിൽക്കുമ്പോൾ, പോരാട്ട ഭൂമിയിൽ എതിരാളിയോട് ഏറ്റു നിൽക്കുമ്പോൾ ഈ കൊടിയാണ് ഉയർത്തി, ആ കൊടിയാണ് ആവേശം തരുന്നത്. അങ്ങനെ ആവേശം തരുന്ന ആ കൊടി അതില്ലെങ്കിൽ പിന്നെ പിന്നെന്തുണ്ട്? അതാണ് തീർച്ചയായും കൊടി അടയാളമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ആ പ്രതീക്ഷയിൽ ആണ് ആനിരാജ നീങ്ങുന്നത്. ആനിരാജ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിനിടയിൽ ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടുന്നത്. അവിടെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. എന്തായിരുന്നാലും പ്രേക്ഷകരോട് സംവദിക്കാനുള്ള മാക്സിമം സമയം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രചരണ ഘട്ടത്തിലേക്ക് പോകാം. ഇതിനെ ഈ പുഴ എന്ന് പറഞ്ഞാൽ വലിയ പുഴയാണല്ലോ. ഇത് ഈ നാട്ടുകാരനല്ലേ? ചരിത്രം താളുകളിൽ ഒരു വിസ്മയം സൃഷ്ടിച്ച ഒരു പുഴയത്. ആണോ? ഏതാണെന്നറിയോ? ഏതാ പറ. ഇരവഴിഞ്ഞിപ്പുഴ. അതായത് നമ്മുടെ കാഞ്ചനമാല മൊയ്തീൻ പ്രണയത്തിന്റെ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. അപ്പോൾ ഈ വയനാട് ആർക്കുള്ളതാണ്? വയനാട് ആർക്കുള്ളതാണ്? ജൂൺ 4-ന് ജനം വിധിയാണ്. ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഈ നാടിനെ സ്നേഹിക്കുന്ന, നാടിന്റെ നന്മ കാംക്ഷിക്കുന്ന നേരത്തെ നമ്മൾ ഇരവഴിഞ്ഞി പുഴയുടെ കാര്യം പറഞ്ഞു. അതുപോലെയല്ല, അതിനേക്കാൾ വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് നമുക്ക് നാസർ കോളായി പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഒരു കാലത്ത് KPCCയുടെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം അവസാനം പ്രസംഗിച്ചത് എൻ്റെ നാടായ കൊടിയത്തൂരിൽ വെച്ചിട്ടാണ്. ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഹൃദയാഘാതം മൂലം അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ചിട്ടുള്ളത്, കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുള്ളത്,
അബ്ദുറഹ്മാൻ സാഹിബ് കൊടിയത്തൂരിൽ അന്ന് പ്രസംഗിക്കാൻ വരുമ്പോൾ അന്ന് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി ഉയർന്നു. ആ കരിങ്കൊടി അന്ന് ഉയർത്തിയത് മുസ്ലിം ലീഗാണ്. പോട് മജ്ലിസ്, ബദ്ധ ശത്രു മജ്ലിസ്, 10 കോടി മുസ്ലിമിന്റെ ശത്രുവായ മജ്ലിസ് എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് അബ്ദുറഹ്മാൻ സാഹിബിനെതിരെ അവരന്ന് കൊടിയുയർത്തി. കാലം ഒന്നിനും കണക്ക് തീർക്കാതെ പോയിട്ടില്ല. അബ്ദുറഹ്മാൻ സാഹിബിന്റെ കർമ്മഭൂമിയിൽ മുസ്ലിം ലീഗിന്റെ സ്വന്തം പതാക ഉയർത്താൻ കഴിയാതെ പോയത് കാലം കരുതി വെച്ച കണക്കെഴുത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയൊരു കാവ്യാത്മകമായ നിരീക്ഷണം. കൃത്യം ആ കോൺഗ്രസിന്റെ കൂടെ അങ്ങനെയുള്ള ഒരു ചരിത്ര ഇവിടെ സ്മാരകം ഉണ്ടായിരുന്നപ്പോൾ റോഡ് വികസനത്തിന് താൽക്കാലികമായി മാറ്റിയതാണ്. ഇപ്പൊ ഇത് നമ്മൾ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു കോളേജ് ഉണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് എന്നാണ്. അദ്ദേഹം ഈ ഗ്രാമത്തിൽ അന്ന് വന്നപ്പോൾ 6000-ൽ പരം മുസ്ലിങ്ങളെ തടിച്ചുകൂടിയാണ് അന്നത്തെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചരിത്ര സംബന്ധിയായ നിരവധി സംഭവങ്ങളാണ് ഇവർ നമുക്ക് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതിന്റെ ആവേശത്തിലേക്ക് കയറിയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. വോട്ടംഗം ഇന്ന് എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഇവിടെ AP അനിൽകുമാർ MLA ഉണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്? നന്നായി പോകുന്നു. ഇത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രാധാന്യം മണ്ഡലത്തിനുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഒരു ആശങ്കയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളൊക്കെ ഏറ്റവും ശക്തമായ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷം കിടക്കും. 4 ലക്ഷം ഞങ്ങളുടെ 4:31 തൊട്ടടുത്താണ്. 5 ലക്ഷം കിടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് എത്തും. കഴിഞ്ഞ തവണത്തെ എതിർ സ്ഥാനാർത്ഥിയല്ലേ, ഇത്തവണ ഒരു ദേശീയ നേതാവാണ് ആനി രാജ. ദേശീയ പ്രശ്നങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണല്ലോ. അത് ആളുകൾക്കിടയിൽ ആശങ്കകളുണ്ട്. BJP ഉയർത്തുന്ന ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആശങ്ക കൂടുതലുണ്ട്. അപ്പോൾ ആ ആശങ്കയും ഒക്കെ അതിനെ നേരിടാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്കാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷം. വണ്ടൂരടക്കം എല്ലാ മണ്ഡലങ്ങളിലും അത് എല്ലായിടത്തും ഭൂരിപക്ഷമാണല്ലോ. കഴിഞ്ഞ വർഷം കിട്ടിയത് 69,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് വണ്ടൂർ. 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ബത്തേരി കിട്ടിയത്. അതുപോലെ ഓരോ മണ്ഡലത്തിലും 50,000 60,000 വോട്ടിന് ഭൂരിപക്ഷമാണ്. പക്ഷേ ഈ കൊടി ഉയർത്താത്തത് കൊണ്ട് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഒരു വിഷമമുണ്ടെന്ന് ആർക്കെങ്കിലും പറഞ്ഞതായിട്ട് അറിയില്ല. അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഓരോ രീതി നമ്മൾ അവലംബിക്കും. പഴയ കാലത്തെ പോലെയല്ല. ആ പഴയ കാലത്തെ പോലെ മാത്രമല്ലല്ലോ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. നമുക്ക് സോഷ്യൽ മീഡിയയുടെ വലിയ ഇൻഫ്ലുവൻസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അതുപോലെ അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനമാണ് എന്തൊക്കെ വേണം എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് വയനാട് കോൺഗ്രസ് മണ്ഡലത്തിൽ, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് NK അബ്ദുറഹ്മാനെ കാണാനാണ്. നമുക്കൊന്ന് നോക്കാം. ബാ കമൻ സർ. രാഹുൽ ഗാന്ധിയുടെ നിങ്ങളുടെ ഈ UDF കഴിഞ്ഞ തവണത്തെ 19-1 അനുപാതം തന്നെ നൽകിയത് രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി മത്സരിക്കുക. 4 ലക്ഷമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥി ആനി രാജയെ പോലൊരു ദേശീയ നേതാവാണ്. ഡൽഹിയിലടക്കം രാജ്യത്ത് വിവിധ സമര പ്രക്ഷോഭങ്ങൾ നടത്തിയ ആനി രാജ. അപ്പോൾ ഈ മത്സരം എങ്ങനെ ചൂടുണ്ട് തരത്തിൽ? ടൈറ്റാണ്. അങ്ങനെ യാതൊരു സംശയവും ശങ്കയും ഞങ്ങൾക്കില്ല. ആനി രാജ ബെസ്റ്റ് കാൻഡിഡേറ്റാണ്, നല്ല കാൻഡിഡേറ്റാണ്. അവർ പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടതുമാണ്. അവരൊരു നല്ല പാക്കം വന്ന ഒരു നേതാവിൻ്റെ ഭാര്യയാണ്. അതിലിപ്പോൾ സ്വന്തം വ്യക്തിത്വമുള്ള ആളാണ്. സുരേന്ദ്രൻ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. വളരെ ചെറുപ്പത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നടന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ ഇന്ന് ജനം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറികടക്കാൻ അവരൊരു പുതിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അത് ജെറൂസലേമിലെ ജനങ്ങൾ യേശുവിനെ കാത്തിരുന്നത് പോലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു പുതിയ മാറ്റം വരണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിൻ്റെ ദീപശിഖ പിടിക്കാൻ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ. രണ്ടായിരത്തി 19 പോലെയല്ല 24-ൽ രാഹുൽജി വരും. 5 വർഷത്തെ രാഹുൽജിയുടെ അനുഭവങ്ങൾ വളരെ വലുതാണ്.
വളരെ വലുതെന്ന് പറയുമ്പോൾ 5 വർഷം അദ്ദേഹം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത ഒരു രാജ്യരക്ഷകനായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. ആ നിലക്കുള്ളൊരു ആവേശം എല്ലാ ഭാഗത്തും വളരെ പ്രധാനമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയൊരു ഗവൺമെൻറ് വന്നാൽ ആദ്യം രാഷ്ട്രപതി ഒപ്പിടുന്നത് CAA റദ്ദ് ചെയ്തുകൊണ്ടായിരിക്കും. രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ആൾ ഇനി ഇന്ത്യ മുന്നണിയിലില്ലല്ലോ. ഞങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ 8ാമത്തെ പേജിൽ എല്ലാ നിയമവിരുദ്ധമായി ചെയ്തിരിക്കുന്ന നടപടികളും റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ സീറ്റാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വരണം ചോദിച്ചാൽ, ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 18,000 വോട്ടിന് വ്യത്യാസത്തിന് ജയിച്ച ഒരു മണ്ഡലമാണോ ഇത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർജിനിൽ ജയിച്ചെടുത്ത് പിന്നെ അവർ വരാൻ പാടുണ്ടോ? അതല്ലേ സത്യം. EDയും CBIയും ഇൻകം ടാക്സും ഒക്കെ ചാർജ് ഷീറ്റ് കൊടുത്ത ആളുകളൊക്കെ BJPയിൽ ചെന്നപ്പോൾ എല്ലാ കേസും പോയി സാർ. അതെ, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തട്ടിപ്പല്ലേ അങ്ങനെ പൈസ മേടിക്കുന്നത്? പക്ഷെ അത് കോൺഗ്രസും വാങ്ങിയിട്ടുണ്ടെന്നാണ്. ഉണ്ട്, തെറ്റാണ്. കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിൽ ആ കിട്ടിയ പൈസയൊക്കെ മരവിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടമാക്കണമെന്ന് BJP പറയുന്നു. ഇങ്ങനെ BJP ശക്തമായ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണിയിലെ 2 പ്രമുഖ നേതാക്കന്മാർ ഇവിടെ കൊമ്പുകോർന്നു, ആനി രാജയും രാഹുൽ ഗാന്ധിയും. അതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് BJP അടക്കമുള്ള കേന്ദ്രങ്ങൾ. വട്ടം എന്നും നീളം എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് വന്നാലും ആ വിത്തൊന്നും ഈ വയനാട്ടിൻ്റെ മണ്ണിലോ കേരളത്തിൻ്റെ മണ്ണിലോ മുളയ്ക്കുകയില്ല എന്നുള്ളത് കേരള ജനത തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിങ്ങനെ പോകുന്ന പോക്കിലൊന്നിങ്ങനെ വടക്കേന്ത്യയിൽ ഇട്ട വിത്ത് ഇവിടെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷേ അത് ഇവിടെ മത്സരം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ മത്സരം എന്ന് പറഞ്ഞാൽ അത് LDFും UDFും തമ്മിലാണ്. ജനങ്ങൾക്കിത് ബത്തേരിയാണോ ഗണപതി വട്ടാണോ? അവിടേക്ക് 4 അഡീഷണൽ KSRTC ബസ് ഓട്ടുന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ നഞ്ചരക്കോട് നിന്ന് ട്രെയിന് ബത്തേരിയിലേക്ക് വൈത്തിരി വരെ കൊണ്ടുവരുന്നല്ല പറഞ്ഞത്. അത് ജനത്തിന് ഇഷ്ടമായിരുന്നു, കുറഞ്ഞ പൈസക്ക് യാത്ര ചെയ്യാമല്ലോ. പേര് മാറ്റിയിട്ട് എന്താണ് സാർ? അതാണ് സുരേന്ദ്രൻ വന്നപ്പോൾ ആകെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം കൂടും, നല്ല മെജോറിറ്റി കൂടും. തീർച്ചയായും 5 ലക്ഷം വോട്ടിന്റെ മേലെ പോകും രാഹുൽ ഗാന്ധി. ഓക്കെ, ഇതാണ് അവകാശവാദം. നമുക്ക് ജൂൺ 4 കൃത്യമായൊരു വിവരം അറിയാം. എന്തായിരുന്നാലും താങ്ക് യു. നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ നിതിനെ, നമ്മളെ കേരള വിഷൻ്റെ സംഘം വോട്ടംഗം ഇങ്ങനെ യാത്ര ചെയ്ത് വയനാട്, തിരുവമ്പാടി, കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോയി. പക്ഷേ LDFും UDFും തമ്മിലുള്ള പോരാട്ടം മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ BJP K സുരേന്ദ്രനായിട്ടും വലിയ രീതിയിൽ കാണുന്നില്ല. പക്ഷേ എന്നിരുന്നാലും BJPയും പ്രചാരണരംഗത്തുണ്ട്. എങ്ങനെ നമ്മൾ ഈ മുഴുവൻ സ്ഥലങ്ങളിലൂടെയും നമ്മുടെ വോട്ട് അംഗം പോയി കഴിയുമ്പോൾ ഇതിനെന്ത് തോന്നുന്നു? അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ശക്തമായൊരു മത്സരമാണ് ഇത്തവണ നേരിടുന്നത്. നമ്മൾ പോയ സ്ഥലങ്ങളിൽ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാവും. പലരും, ഒരുപക്ഷെ പല രാഷ്ട്രീയത്തിലുള്ള ആഭിമുഖ്യമില്ലാത്ത ആളുകൾ പോലും ഇത്തവണ ആനി രാജയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആനി രാജയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു പ്രതീതി എനിക്ക് മനസ്സിലാകുന്നു. കാരണം ദേശീയ നേതാക്കൾ തമ്മിലുള്ളൊരു ഫൈറ്റ് ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലം. അതിനെല്ലാം അപ്പുറം ഒരു ചെറിയ എഡ്ജ്, പക്ഷെ അത് വിജയത്തിലേക്ക് എത്തുമെന്നും ഇപ്പോഴും ഞാൻ പ്രവചിക്കുന്നില്ല. പക്ഷേ ഒരു ചെറിയ എഡ്ജ് പല മേഖലകളിലും ആനി രാജയ്ക്കുണ്ട്. അജിംഷാദിക്ക് മനസ്സിലായത് ആ രൂപത്തിൽ തന്നെ ആയിരിക്കില്ലേ? മത്സരം കടുത്തതാണ്, ടൈറ്റ് മത്സരമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഈസി വാക്ക് ഓവർ ഒരു സ്ഥാനാർത്ഥിക്കും ഉണ്ടാകില്ല. കൃത്യമായ ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും തോന്നി. പക്ഷെ അതിനൊപ്പം മറ്റൊരു കാര്യം, ഈ K സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥി, BJP സംസ്ഥാന അധ്യക്ഷനാണ്. അവരെ സംസ്ഥാനത്ത് ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ആ ഒരു പ്രതീക്ഷിച്ചോളം വയനാട് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല. പ്രചരണത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ല, ഇല്ലേ? ഇല്ല. ഞാൻ മനസ്സിലാക്കിയ ഈ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം വയനാട്ടിലെ ജനങ്ങൾ കൃത്യമായി അത് ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ ഈ K സുരേന്ദ്രൻ്റെ ഒരു പരാമർശം ഉണ്ടല്ലോ, ഞാൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടമാക്കും.
ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ്. BJP-യുടെ പലയിടത്തും നമുക്ക് പ്രചരണ സാമഗ്രികൾ പോലും കാണാൻ കഴിയുന്നില്ല. അപ്പം BJP KS സുരേന്ദ്രൻ എന്ന സ്റ്റാർ സ്ഥാനാർത്ഥി മത്സരിച്ചും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ 4,35,000 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വിജയിച്ച് പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ആര് തന്നെ ജയിച്ചാലും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി വോട്ടംഗം നമുക്ക് അടുത്ത മണ്ഡലങ്ങളിലേക്ക് പോകാം അല്ലേ? തീർച്ചയായും. അടുത്ത മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ആണല്ലോ പറയേണ്ടത്. പറയട്ടെ.